അത് സത്യമാണത്. കാരണം എനിക്കറിയാം നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരൊക്കെ അവരെ വീട്ടിൽ പോലും പോവാതെ രാത്രി ഉറക്കം ഒഴിച്ചിട്ട് അവരെ കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ അവരെത്താതെ ആത്മാർത്ഥമായി നോക്കുന്ന ആളുകളെ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ. പിന്നെ മതം എന്നില്ല, മനുഷ്യനാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് ദൈവം നോക്കും. നമ്മളുടെ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് ദൈവം അറിയും. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ അലരല്ലൂർ സ്വദേശിയായ വർഷങ്ങളോളം ഹെൽത്ത് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പോൾ മെഡിക്കൽ കൺസൾട്ടൻ്റായി നമ്മുടെ ഒപ്പമുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബാണ് നമ്മുടെ ഒപ്പമുള്ളത്. സ്നേഹപൂർവ്വം നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു വിടുന്നു. ഇന്ന് പല സാധാരണക്കാരും ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവുകൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ആ സാധാരണക്കാർക്ക് ഇൻഷുറൻസ് എടുക്കാനും മറ്റൊരു നിവൃത്തിയില്ലാത്ത ആളുകളും. എന്നാൽ ഇന്ന് ഈ ഇന്ത്യ രാജ്യത്ത് പല സ്ഥലങ്ങളിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നിസ്സാര പൈസക്ക് പല വലിയ സർജറികളും ചെയ്തു മാറുന്നുണ്ട്. പലരും അതിലൂടെ ആശ്വാസം കണ്ടെത്തുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. താങ്കൾക്ക് ആ മേഖലയിൽ നല്ല ഒരു അറിവുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ സത്യത്തിൽ ഒരു 15 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിലുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പല രോഗികളുമായിട്ട് പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. ഓരോ ഹോസ്പിറ്റലും ഇപ്പോൾ കേരളത്തിനകത്തുള്ള ഹോസ്പിറ്റൽ പറയുകയാണെന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റലും ഓരോ ചിലവുകളാണ് വരുന്നത്. ഒരു ഇ സി ജിക്ക്, TMTക്ക്, എക്കോന് ഓരോ ഹോസ്പിറ്റലും പല രീതിയിലാണ് അതിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ സർജറിക്കും തന്നെ അതുപോലെ തന്നെ വരുന്നത്. അതിനിടക്കാണ് ഞാൻ ഈ പാവപ്പെട്ട രോഗികളെ, സാധാരണക്കാരായ രോഗികളെ ഇവർക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ നിംഹാൻസ് ഹോസ്പിറ്റൽ. ഓ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഓ, അവിടെ വളരെ തുച്ഛമായ പൈസയെ ഉള്ളൂ. അത് ഇപ്പം ശരി. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം പറഞ്ഞ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ഹെഡിൻ്റെ സർജറി അതിനൊക്കെ ആ. ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ പൈസയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ ഉണ്ടോ? ഹാർട്ട് ഓപ്പറേഷൻ അല്ല. ഇല്ല. അത് ഉണ്ട്. ഈ മറ്റേ പോണ്ടിച്ചേരി ജിഗ്മറിലൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് നിയമാവലികളുണ്ട്. അവിടെ ബുക്ക് ചെയ്യണം, അവർ ഡേറ്റ് തരും, അങ്ങനെയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ സായിബാബൻ്റെ ഉണ്ട്, അവിടെ തികച്ചും ഫ്രീ ആണ്. ഫ്രീ ആണല്ലേ? ഓക്കെ, സായിബാബൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടേക്ക് എങ്ങനെ എത്താൻ പറ്റുക? നമ്മുടെ ഈ അവിടെ പിന്നെ നിംഹാൻസ് ഹോസ്പിറ്റൽ പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ഇതൊക്കെയാണ്. അല്ലെങ്കിൽ അവിടെ കാണുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേന്ന് രാത്രി ആ, പല സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ വരും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല പല സ്റ്റേറ്റിൽ നിന്നും ആളുകൾ വന്നിട്ട് അവർ വരിക്ക് നിൽക്കും. എന്നിട്ട് രാവിലെ ഒരു 7, 7:30 മണിക്ക് അവിടുത്തെ ഓപ്പൺ ചെയ്യും ഗേറ്റ്. എന്നിട്ട് ഒരു 100 ടോക്കന് അവർ കൊടുക്കും. അങ്ങനെയാണ് സർവ്വസാധാരണ ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുവരുന്ന വലിയ ഒരു സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ, വളരെ കുട്ടികൾ തൊട്ട് ചെറുപ്പക്കാർ, അങ്ങനെ മുതിർന്നവരുൾപ്പെടെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ അരൂരാണ്. അവിടെ എൻ്റെ കൂട്ടുകാരോടൊപ്പം ബാഡ്മിൻ്റൺ കളിച്ചിട്ടിരുന്ന ഒരു പോലീസുകാരനായിട്ടുള്ള വളരെ യങ്ങായിട്ടുള്ള ഒരു 40 വയസ്സുണ്ടാവുള്ളൂ. കളിയുടെ ഇടയ്ക്കാണ് പുള്ളിക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നത്. അങ്ങനെ നിരവധി സംഭവങ്ങൾ പത്രങ്ങളിൽ നമുക്ക് കാണാം. പല കുട്ടികൾ തന്നെ 13 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പം നമ്മുടെ പഴയ കാലങ്ങളിലൊക്കെ വയസ്സായ ആളോട് ചോദിച്ചാൽ ഈ ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഒരു ക്യാൻസർ ഇതൊക്കെ ഒരുപാട് ഏജ് ആയിട്ടാണ് കാണാറ്. അതെ, അതെ, അതെ. കുട്ടികൾക്കൊന്നും സംഭവിക്കാറില്ല. അതെ, അതെ. ഇപ്പോഴൊക്കെ 20, 22 വയസ്സ് അതെ, പല നമ്മൾ അതെ. വീഡിയോ കാണാം. ഇപ്പോൾ നമ്മൾ ജിമ്മിന് പോകുമ്പോൾ അല്ലെങ്കിൽ അതെ. ടർഫിൽ കളിക്കുന്ന സമയത്തൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാനൊരു ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ജനങ്ങളോട് പൊതുവേ പറയാറുണ്ട്. എൻ്റെ ഒരു ജീവിതത്തിൽ ശിസ്റ്റുണ്ട്. ആ. ഞാൻ നേരത്തെ ഉറങ്ങും. ഓ, ഉറക്കം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കഴിയുമെന്നറിയില്ല. ഒരു 8, 8:30 മണിയായാലും ഞാൻ ഉറങ്ങും. ഓ. രാവിലെ 4 മണിക്ക് ഉണരും. അത് 5 ശരി. മണിക്ക് എണീക്കും. 6 മണി വരെ ഒരു ചെറുതായിട്ട് വ്യായാമം ചെയ്യും. ഓ. നിരന്തരമായി ചെയ്യും. അത് പിന്നെ ശരി. ഭക്ഷണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായി കഴിക്കണം. അത് ശരി. ആ. പിന്നെ നമ്മൾ 3 നേരം കഴിക്കുക എന്നുള്ളത് ഒരു 4 5 നേരം കഴിക്കാം. അങ്ങനെ അത് 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 ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. പക്ഷെ അത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് യെസ്, യെസ്. നന്നായി വാരി വലിച്ച് കഴിക്കരുത്. കഴിക്കാതെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ ബീഫോ മീനോ ഇഷ്ടമുള്ളത് ക്വാണ്ടിറ്റി കുറയ്ക്കുക. കുറയ്ക്കുക. അപ്പോൾ ബീഫ് കഴിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചോറിൻ്റെത് കുറയ്ക്കുക. ഓക്കെ. ആ. അങ്ങനെ നിങ്ങൾ 3 നേരം എന്നുള്ളതിൽ 4 നേരം 5 നേരം കഴിച്ചോളി, അതിന് കുഴപ്പമില്ല. പിന്നെ ഉറക്കം എന്ന് പറഞ്ഞാൽ മെയിനാണ്. അതുകൊണ്ടാണ് ഈ ഉറക്കമില്ലാതെ രാത്രി 2 മണി വരെ 1 മണി വരെ ടർഫിൽ കളിക്കുന്ന ആളുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ നേരെ പോകുന്നത് അൽഫാമും മന്തിയും അങ്ങനത്തെ ഭക്ഷണം കഴിക്കാനാണ്. അതെ, അതെ. അപ്പോൾ അവർക്ക് ഈ ഉറക്കത്തിന് ശരീരത്തിന് ആവശ്യം ഉറക്കമാണ്, അത് കിട്ടുന്നില്ല. അവിടെ നമ്മൾ ഹെവി ഫുഡ് രാത്രി 2 മണിക്ക് കൊടുക്കുകയാണ്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ഇങ്ങനത്തെ ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള വഴിയൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഓരോ രോഗികൾ ഓരോ രോഗങ്ങളായിട്ട് വരുമ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ഒരു ഗൈഡൻസ് കൊടുത്തിട്ട് ഇന്ന ഡോക്ടറെ കാണണം, ഇന്ന ഡോക്ടറായിരിക്കും അതിന് ആപ്റ്റായിട്ടുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൗത്യമാണ് ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിൽ താങ്കൾ ചെയ്യാറുള്ളത്. അതെ. ആ ഒരു തലം അതെങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാറുള്ളത്? അത് ഞാനൊരു ഡോക്ടറെ പഠിക്കും ഞാൻ ആദ്യം. ആ. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിനല്ല ഞാൻ പഠിക്കുക. ഹോസ്പിറ്റലിൻ്റെ പേരോ അതിൻ്റെ ഭംഗിയോ ഒന്നല്ല പഠിക്കുക. ഒരു ഡോക്ടറെ പഠിക്കുക. ആ ഡോക്ടർ ചികിത്സിച്ച ഭേദമായ അല്ലെങ്കിൽ ഡോക്ടറുടെ പേഷ്യൻറ്റിനെ ബന്ധപ്പെടും. ആ. അതിൽ 1, 2, 3 പേഷ്യൻറ്റിനെ ബന്ധപ്പെടും. എന്നിട്ട് ആ പേഷ്യൻറ്റുമായി ഞാൻ നേരിട്ട് ചെന്ന് സംസാരിക്കും. അത് ശരി. എന്നിട്ട് ചോദിക്കും, "നിങ്ങളുടെ അസുഖം എന്തായിരുന്നു? നിങ്ങൾ ഡോക്ടറുമായിട്ട് എങ്ങനെയായിരുന്നു?" അങ്ങനെ പഠിച്ചിട്ടാണ് ഞാനൊരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക. ഉദാഹരണമായിട്ട് ഞാന് ഓങ്കോളജി ക്യാൻസറിൻ്റെ കാര്യത്തില് ആ. വി.പി. ഗംഗാധരൻ സാറ്. അതെ, അതെ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു 15 വർഷമായിട്ട് 15 വർഷം മുമ്പ് എൻ്റെ ഉമ്മാക്ക് ഉം. അദ്ദേഹത്തെ കാണിച്ചാണ്. അന്ന് മുതലേ ഞാൻ ക്യാൻസറിൻ്റെ കാര്യത്തിൽ പല ഹോസ്പിറ്റലിൽ നിന്നും, ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പല ഹോസ്പിറ്റലിൽ നിന്നും റേഡിയേഷൻ ചെയ്യേണ്ടത്, സർജറി പറഞ്ഞത്. അപ്പോൾ സർജറി പറഞ്ഞ ഒരുപാട് അനുഭവമുണ്ട് എനിക്ക്. 5 ലക്ഷം 3 ലക്ഷം പറഞ്ഞത് വയറിൻ്റെയൊക്കെ. സാറടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറത് ആദ്യം നന്നായി ചെക്ക് ചെയ്യും. സ്കാനിങ് ഇതൊക്കെ. എന്നിട്ട് പറയും ഇത് കീമോ കൊണ്ടോ റേഡിയേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മെഡിസിൻ കൊണ്ടോ മുന്നോട്ട് പോയാൽ മതി. ആ. വേറൊരു ഉദാഹരണം ഉണ്ടായത് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു സ്ത്രീ 45 വയസ്സാണ്. നാട്ടിൽ നിന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് ബ്രസ്റ്റിന് ചെറുതായിട്ടൊരു മുഴ വന്ന് അങ്ങനെ അവിടുന്ന് ബയോപ്സി ചെയ്ത്. ബയോപ്സി ചെയ്തപ്പോൾ അവർ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. അവർക്ക് ഡേറ്റ് കൊടുത്തു. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓ. അവരെന്നെ വന്ന് കണ്ട്. ഞാൻ എന്ത് ചെയ്തു, സാറിനെ കൊണ്ടുവന്ന് കാണിച്ചു. സാർ അതിൻ്റെ ഒരു മാസത്തോളം 2, 3 ചെക്കപ്പൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇവർക്ക് ക്യാൻസറേ ഇല്ല. ശരി. ബ്രസ്റ്റ് റിമൂവ് ചെയ്യണ്ട. അത് 6 ശരി. മാസം കൊണ്ടുവന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞു. ഓ. അപ്പോൾ നമ്മൾ യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് യഥാർത്ഥ ചെക്കപ്പും കിട്ടുന്ന ഡോക്ടറെ അടുത്തായിരിക്കണം നമ്മൾ പോകുന്നത്. അതെ. പിന്നെ എന്ത് അസുഖത്തിനും പെട്ടെന്ന് നമ്മൾ സർജറിക്ക് പോരുതേ. 1, 2 പ്രഗത്ഭരായ ഡോക്ടറെ കൊണ്ട് അവരെ ഒപ്പീനിയൻ കണ്ടിട്ട്. അവരുടെ അടുത്ത് അഭിപ്രായം തേടണം. റൈറ്റ്, റൈറ്റ്. ഒരു ഡോക്ടറെ മാത്രം പിടിക്കരുത്. അതെ. ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം പല സ്ഥലത്തും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മളുടെ ഒരു എംപിക്ക് തന്നെ അദ്ദേഹം ആ രോഗത്തിൻ്റെ രോഗമില്ലായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തെ ഒരുപാട് നാൾ ചികിത്സിച്ചു. അത് ഞാൻ പറയാൻ പോവുമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എം.എ. പേഷ്യൻ്റ്. ഷാനവാസ് അതെ, അതെ. correct, മരണപ്പെട്ടു. correct. ഇപ്പോൾ അങ്ങനെ പല രോഗികളും ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരു ടാർഗറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ചൂഷണം എന്ന നിലയിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടെ രോഗി നിസ്സഹായനാവുകയാണ്. ഈ പറഞ്ഞ പോലെ അവനൊരു അടുത്ത സ്ഥലത്ത് പോകാനുള്ള ഒരു ആ ഒരു മൈൻഡ് പോലും വരില്ല. ആ ഒരു ഭയത്തിൽ നിന്നുകൊണ്ടിട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിട്ടാണ് നടക്കുന്നത്. നമുക്കതിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്ന് നിങ്ങൾ പറയാൻ. പറഞ്ഞത് വളരെ ശരിയാണ്. മാനസികമായിട്ട് വളരെ വിഷമിക്കാറുണ്ട് ഞാനതിൽ. ആ. കാരണം ഞാൻ എപ്പോഴും പറയാറ് ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഏത് മതമാണെങ്കിലും. പിന്നെ മതം എന്നില്ല. മനുഷ്യനാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് ദൈവം നോക്കും. നമ്മളുടെ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് ദൈവം അറിയും. അപ്പോൾ ആ ദൈവത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ രോഗിനോടും, ഒരു കമ്പനി നടത്തുന്ന ആൾ ജോലിക്കാരോടും, ജോലിക്കാർ കമ്പനി മുതലാളിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബന്ധം വേണം. അങ്ങനത്തെ ഡോക്ടർമാരുടെ അടുത്താണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നിങ്ങൾ പറഞ്ഞു ചൂഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ നല്ലൊരു ഹോസ്പിറ്റൽ നടത്തണമെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കുന്നു, അതിനെ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നു. എല്ലാം ബിരിയാണിയാണ്. റേറ്റിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ അവരെടുക്കുന്ന സ്റ്റാഫിനെ അവർ നന്നായി ഹൈജീനിക് ആയിരിക്കും. അവിടുത്തെ ക്ലീനിങ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫണ്ട് നമുക്ക് അവർക്ക് കിട്ടണമെങ്കിൽ ബില്ലുകളിൽ കൂട്ടണം. അതെ, അതെ, അതെ. ഇപ്പോൾ TMT ആയിക്കോട്ടെ, എക്കോ ആയിക്കോട്ടെ, അപ്പോൾ അവർ സർവീസ് കൂട്ടും. നല്ല സർവീസ് തരുമ്പോൾ കൂട്ടും. അപ്പോൾ നല്ല ഹോസ്പിറ്റലിൽ പോകുന്ന പൈസ ഉള്ള ആളുകൾക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹാർട്ടിൻ്റെ ഒരു ബ്ലോക്ക് ഉണ്ട്. ആ. നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാൾ ഭംഗിയുള്ളതാണ്. ആ പൂച്ചട്ടിയൊക്കെ വെച്ചിട്ട് എന്ത് നല്ല ഭംഗിയെന്നോ. അത് അവിടെ ശരി. ആത്മാർത്ഥമുള്ള ഡോക്ടർമാരുണ്ട്. അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ നമ്മൾ അവയവമാറ്റത്തിൽ പോലും ഇപ്പോൾ എന്താ ഒരു ഹൃദയം എന്താ അടുത്ത് നമ്മളെ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അവിടുത്തെ സ്റ്റാഫ് എന്നുള്ളത് കുറച്ച് ആത്മാർത്ഥമാണ്. അവിടുത്തെ എന്നല്ല ഏതൊരു സ്ഥാപനത്തിലെ സ്റ്റാഫും ഡോക്ടർമാരും ആത്മാർത്ഥമാണ്. ഇപ്പോൾ ചില പേഷ്യൻസുകൾ അവർ ആ ട്രീറ്റ്മെൻറ്റിന് പക്ഷേ ഫിസിക്കൽ ഫിറ്റ്നസ് പോലും അവർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ എൻ്റെ ഒരു പിതാവിൻ്റെ അനുഭവത്തിൽ എൻ്റെ ഒരു പുള്ളിക്ക് ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ആ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ അനുബന്ധിച്ചിട്ട് കാലിലേക്കുള്ള രക്തക്കുഴലിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ട് അതും കൂടെ സർജറി ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ പിന്നെ ഫാദർ സംഭവം നടക്കാൻ ഒന്നും പറ്റാതെ പിന്നെ അങ്ങോട്ട് മരണത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തായിരുന്നു. ഒരു ഇഷ്യൂ ഉണ്ടായി. എറണാകുളത്തൊരു പ്രമുഖ ഹോസ്പിറ്റലാണ്, അത് പറയുന്നില്ല. അപ്പോൾ
അവർ ചോദിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഫാദർ ഈ 2 സർജറിയും ആ ശരീരത്തിൽ ചെയ്യാൻ ആപ്റ്റല്ലായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഇത് പറയേണ്ടതും കണ്ടുപിടിക്കേണ്ടതും ഈ ഡോക്ടർമാർ തന്നെയല്ലേ? അപ്പോൾ അവരിങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ മേൽ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോലത്തെ ഒരു പ്രതിസന്ധികളിൽ അതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഡോക്ടർ പറഞ്ഞു കൊടുക്കണം. അതെ ഇപ്പൊ വീക്കായ ആളുകളാണെച്ചെങ്കില് അവരെ എല്ലാവരും സർജറി ചെയ്യുകയാണെച്ചാൽ അവരെ ഷുഗർ നോക്കും. ഷുഗർ മുതൽ പിടിച്ചിട്ട് ECG നോക്കും. കാരണം സർജറിക്ക് നമ്മൾ വല്ല അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വല്ല ബ്ലോക്ക് വരുമോ, മറ്റേ കാർഡിയക് അറസ്റ്റ് വരുമോ, അപ്പോൾ അതിനൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരു ഡെലിവറി കേസിനെ സംബന്ധിച്ചിട്ട് സംഭവം വളരെ ഹെൽത്തി ആയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്ന ഒരു ഡോക്ടറായിട്ടുള്ള ഒരു കുട്ടി ചെന്ന പേഷ്യൻ്റ് ഡോക്ടറാണ്. അതുകൊണ്ട് രണ്ടാമത്തെ ഡെലിവറി നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ നോർമലായിരുന്നു, രണ്ടാമത്തെ നോർമലാകാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷേ ആ ഡെലിവറിയോട് ആ ഫൈൽ ചെയ്യപ്പോൾ നോർമൽ ഡെലിവറി ആയില്ല അത് സംഭവം. അതോടുകൂടി ഈ ഡോക്ടർ ഇവർ ഇഷ്യൂ മറ്റേ എന്താ പറയുക, അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ടായി. മൂന്നാമത്തെ ദിവസം ആ കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അതും എറണാകുളത്തൊരു വലിയ ഹോസ്പിറ്റലിൽ സംഭവം ഉണ്ടായത്. അത് അതിനുശേഷം പിന്നെ അത്ഭുതകരമായിട്ട് ആ കുട്ടി ഈ മരിച്ച കുട്ടിയുടെ പിറന്ന കുട്ടി രക്ഷപ്പെട്ടു. അപ്പം ഈ ഹോസ്പിറ്റലിൽ ഇവരിങ്ങനെ ഇത്രയും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലുകളിൽ ഇത്രയും ആൾക്കാർ റിസ്ക് എടുത്ത് നല്ല എക്സ്പെൻസിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഈ സംഭവം ഇവരുടെ അശ്രദ്ധയാണോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇല്ല, ഒരു ഹോസ്പിറ്റലിലും ഒരു ഡോക്ടർമാരും ഒരു നേഴ്സുമാരും ഒരു കാരണവശാലും കരുതി കൂട്ടി ഒന്നും ചെയ്യത്തില്ല. അത് സത്യമാണത്. കാരണം എനിക്കറിയാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരൊക്കെ അവരെ വീട്ടിൽ പോലും പോവാതെ രാത്രി ഉറക്കം ഒഴിച്ചിട്ട് അവരെ കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ അവരെത്താതെ ആത്മാർത്ഥമായി നോക്കുന്ന ആളുകളെ തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ. പിന്നെ എല്ലാറ്റിലും ഉണ്ടല്ലോ ഓരോ വിധികൾ. അതെ 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 അതെ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്നവർ പലരും ആരോഗ്യമാണ് എല്ലാത്തിനും ഇതായിട്ട് വേണ്ടത്. കാരണം ഇന്ന് സാമ്പത്തിക പ്രശ്നമില്ല, ഇന്ന് ആരോഗ്യ പ്രശ്നം എല്ലാവർക്കും ഉള്ളത്. ഈ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സജഷൻസാണ് നമുക്ക്? അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭക്ഷണത്തിൻ്റെ കാര്യം. ഇന്ന ഭക്ഷണം എന്നല്ലേ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, പക്ഷെ ക്വാണ്ടിറ്റി കുറക്കണം. പിന്നെ അതുപോലെ തന്നെ ഉറക്കം. വീണ്ടും ഞാൻ അടിവരയിട്ട് പറഞ്ഞു ഉറക്കമാണ്. പക്ഷെ ചില ആളുകൾക്ക് കഴിയില്ല, ബിസിനസ്സുകാരെ ജോലി തിരക്ക് കാരണം രാത്രി പക്ഷെ 10 മണിക്കെങ്കിലും ഉറങ്ങണം. Like, subscribe and press bell button. Stay tuned for more videos.